ഒരു മജ്ലിസിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ എന്തില്ല, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് ഫഇന്നല്ലാഹ യുവക്കിലു മലക്കൻ. അപ്പോൾ അള്ളാഹു ഒരു മലക്കിനെ അവിടെ ഏൽപ്പിക്കും ആ മജ്ലിസിൽ. ഫഇന്നൽ മലക യംനഉകും മിൻ ഗീബത്തിൻ നാസി. ആ മജ്ലിസിൽ പിന്നെ എന്ത് നടക്കൂല, ഗീബത്ത് നടക്കൂല. ആ മലക്ക് തടയും, മിണ്ടണ്ട. ഒരാൾ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴത്തേന് വേറെ ആൾ എന്തോ ഒരു വിഷയം കൊണ്ട് പറഞ്ഞു വന്നു. അപ്പോൾ മുടങ്ങി, ആരെയും മുടക്കി, എന്തോ ഒരു ഗീബത്ത് തുടങ്ങിയത് അതുണ്ടായില്ല, അത് കേട്ടില്ല, അത് പറഞ്ഞില്ല, അത് ഗീബത്തായിരുന്നു പറയാൻ ആരും സമ്മതിച്ചില്ല. എനിക്ക് സമ്മതിച്ചില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. രോഗം വന്നാൽ ചില മഹാന്മാരെന്ത് ചെയ്യും, 7 വട്ടം ബിസ്മി എഴുതിയിട്ട് തലയുണയുടെ അടിയിൽ സൂക്ഷിക്കും. ശഫാഹുല്ലാ, ശിഫ കൊടുക്കും. 7 വട്ടം എഴുതും, തലേൻ്റെ അടിയിൽ സൂക്ഷിക്കും. ഇന്ന് മരുന്നിന് പോയിക്കോ, മരുന്നൊക്കെ എടുത്തോ, എന്നാലും ശിഫ ഇതിലൂടെ വരട്ടെ, തലേൻ്റെ അടിയിൽ സൂക്ഷിക്കാം. മനസ്സിലായില്ലേ? ശിഫ. അങ്ങനെ എത്രയോ ആളുകൾക്ക് ശിഫ കിട്ടിയിട്ടുണ്ട്. ഏത് വാക്ക്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ബഅദുൽ ആരിഫീന, ആരിഫീങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിനൽ അബ്ദി ബിമൻസിലത്തി കുൻ മിനൽ ഹഖ്. അവസാനിപ്പിക്കാം. അല്ലാഹു തആല കുൻ എന്ന് പറയുന്ന സ്ഥാനത്താണ് നീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത്. അല്ലാഹു കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാവും, നിനക്ക് ബിസ്മില്ലാഹി അതുണ്ടാവും. കാലത്തെ മഹാന്മാരെ ഒരു കട്ടിലൊക്കെ വിളിക്കും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മതി, നീ കൂടുതൽ ചൊല്ലി പറയേണ്ട ആവശ്യമില്ല, അവിടെ എഴുത്താൻ കിടക്കൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു 10 റുപ്യ അവിടെ എടുത്തു കൊടുത്തു, ആ കയ്യിൽ നിന്ന് കിട്ടി അവിടെ ചെയ്താൽ പിന്നെ കയറൂല, അത് നടക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിനൽ അബ്ദി, ഈ വാക്കൊരു അടിമയിൽ നിന്ന് വരുന്നത് ബിമൻസിലത്തി കുൻ മിനൽ ഹഖ് തആല, ഹഖ് തആലയിൽ നിന്ന് കുൻ എന്ന് വരും പോലെയാണ്. കുൻ ഉണ്ടാകുക. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു കുൻ പറഞ്ഞാൽ ഉണ്ടാവും. നിങ്ങൾ അതിന് പകരം എന്ത് പറഞ്ഞാൽ മതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ഉദ്ദേശിക്കും എന്നർത്ഥം, നിങ്ങൾ ഉണ്ടാക്കാനല്ല എന്ന്. അവസാനിപ്പിക്കുകയാണ്. ഒറ്റ വാക്ക്. അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാല റഅയ്തു റസൂലല്ലാഹി ഫിൽ മനാമി, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു. ഹബീബായ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു എന്ന്. ഒരിക്കൽ ഹബീബായ അബുൽ ഹസൻ അശ്ശാദുലി, സൂഫി ചക്രവാളത്തിലെ സുൽത്താനായ മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു. ഹബീബായ, ശ്രദ്ധിക്കണം, ഉപകാരമുള്ള ഒരു വാക്ക്. ഫഖാല ലി റസൂലുള്ളാഹ് എന്നോട് പറഞ്ഞു, ഖുൽ ഇൻദ നൗമി, ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് നീ പറയുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഖംസ ഓ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖംസ. 5 വട്ടം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിന്നെ 5 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ 1 വട്ടം അല്ലാഹുമ്മ ബിഹഖ് മുഹമ്മദിൻ അരിനി വജ്ഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലൻ വമആലാ എന്ന് പറഞ്ഞാൽ, നിന്നിൽ ഞാൻ ഒരിക്കലും പിന്തൂല, ഞാൻ നിന്നെ ഞാൻ നിന്റെ ഉറക്കിൽ വന്നുകൊണ്ടേയിരിക്കും, പേടിക്കണ്ട. എന്ത് അപ്പോൾ റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ എന്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം 5, പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 5, പിന്നെ അല്ലാഹുമ്മ ബിഹഖ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരിനി വജ്ഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലൻ വമആലാ. ഇപ്പോഴും പിന്നെയും റസൂലുള്ളാഹിന്റെ മുഖം എനിക്ക് കാണിച്ചു തരണം, ഇപ്പോഴും പിന്നെയൊക്കെ കാണിച്ചു തരണം. എങ്കിൽ ലാ തഖല്ലഫ അൻക, ഞാൻ നിന്നിൽ നിന്ന് പിന്തി നിൽക്കുകയല്ല, ഞാൻ വേഗം സ്വപ്നത്തിൽ വന്നോളൂ, ഇജ്ജ് പേടിക്കണ്ട. ഒന്നുകൂടി പറയാം, നിനക്കെന്നെ സ്വപ്നത്തിൽ കാണണം തോന്നിയാൽ ഇജ്ജ് എന്ത് ചെയ്യുക? ഹബീബായ നബി പറയാണ്, ജി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം 5 വട്ടം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 5, അല്ലാഹുമ്മ ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരിനി
അരിനി, നീ എനിക്ക് കാണിച്ചു തരണം. അരിനി വജ്ഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലൻ വ മആല. ഹാലൻ ഇപ്പോഴും, മആലൻ പിന്നെയും. അപ്പൊ ഒന്നുകൂടി. أعوذ بالله من الشيطان الرجيم. 5 بسم الله الرحمن الرحيم. 5 اللهم بحق سيدنا محمد صلى الله عليه وسلم أرني وجه محمد صلى الله عليه وسلم حالا ومآلا. ഒന്നും കൂടെ മനസ്സിലായില്ലേ? ഇത് എല്ലിയാൽ ഞാൻ പിന്നെ പിന്തി നിൽക്കുകയില്ല, ഞാൻ ആ സ്വപ്നത്തിൽ വരിക തന്നെ ചെയ്യും എന്ന് ഹബീബായ നബി എന്നോട് പറഞ്ഞു. മഹാനായ സുൽത്താൻ ആരിഫീനായ അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു ഉറക്കെ പറ, ആരാണ് അവരൊക്കെ എന്ന് മനസ്സിലാക്കിക്കോ. അപ്പൊ ഈ ഉറങ്ങാൻ കിടക്കുമ്പോ മനസ്സിലായില്ലേ? ഈ ബിസ്മി മറ്റേ ബിസ്മി അല്ല, 21 വേറെ, 5 വേറെ, ഇതൊക്കെ ഒരു മിനിറ്റ് മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം 5, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 5, പിന്നെ അല്ലാഹുമ്മ ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരിനി, അരിനി നീ എനിക്ക് കാണിച്ചു തരണം. അരിനി വജ്ഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലൻ വ മആല. ഒരു വട്ടം മൊത്തത്തിൽ 11. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ 5, ബിസ്മി 5, ഇതൊന്നും മൊത്തത്തിൽ 11. മനസ്സിലായില്ലേ? അവസാനത്തെ ദുആ ഒറ്റ മതി. എങ്ങനെ? അല്ലാഹുമ്മ بحق سيدنا محمد صلى الله عليه وسلم أرني وجه محمد صلى الله عليه وسلم حالا ومآلا. مآل همز حالا ومآلا എന്ന് ചൊല്ലിയാൽ ലാ അതഖല്ലഫു അൻക, നിന്നെ തൊട്ട് ഞാൻ പിന്തി നിൽക്കുകയില്ല. ഒരാൾ റസൂലുള്ളാഹിനെ കണ്ടിട്ട് അതിൻ്റെ അദബ് അവൻ സൂക്ഷിച്ചാൽ, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അതിലുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹുവിൻ്റെ ഹബീബ് കാണുകയും ഓനല്ലാഹുവിൻ്റെ ആളല്ലേ, എന്തിനാണ് ഈ വെറുതെ വർത്താനം വെപ്പിക്കുന്നത്? ആഖിർ സമാനല്ലേ ഇത്? കൊട്ടിപ്പാടി നടക്കും വേണ്ട, നാട്ടുകാരോടൊക്കെ പറഞ്ഞ് വലുപ്പത്തരം പറയും വേണ്ട. വലുപ്പത്തരം പറഞ്ഞാൽ എല്ലാ നന്മയും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പറയും. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ 1 മിനിറ്റ് മതി. 1 മിനിറ്റ് 1 മിനിറ്റ് 1 മിനിറ്റ്. اللهم بحق محمد صلى الله عليه وسلم أرني وجه محمد صلى الله عليه وسلم حالا ومآلا. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ തങ്ങളെ വജ്ഹ് എനിക്ക് കാണിച്ചു തരണമേ. ഹാലൻ ഇപ്പോഴും, മആലൻ പിന്നീടും. ഇതൊക്കെ കിതാബിൽ എഴുതി വിടുന്നത് എന്തിനാണ്? നമ്മളിത് ചെയ്യാനാണ്. മഹാനത് പുറത്തു വരുന്നത് മുരീദന്മാർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോകത്തെ മുഅ്മിനീങ്ങൾ ഇമാം ഷാഫി ഒരു കാര്യം കണ്ടിട്ട് നമ്മളോട് പറയുന്നത് എന്തിനാണ്? അത് ഇമാം ഷാഫിയുടെ രഹസ്യം അവർക്ക് വേണ്ടി മാത്രമല്ല അല്ല. ഇമാം ഷാഫിയെ കണ്ട ഭൂമിക്കൊക്കെ ഉള്ളതുപോലെയാണ്. ഷാഫി ഇമാമും ഹനഫി ഇമാമും ഹംബലി മാലിക്കി എന്താ പറയുക അബ്ദുൽ ഖാദിർ ജീലാനി സുൽത്താൻ ആരിഫീൻ അഹമ്മദ് കബീർ റിഫായി ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി അഹമ്മദ് തിജാനി ഇവരെ ഖാജ ഇവരൊക്കെ ഭൂമിൻ്റെ അടയാളങ്ങളാണ്. ഇവരൊക്കെ ദുനിയാവിൻ്റെ മുതലാണ്. അവർക്കൊക്കെ അല്ലാഹു റസൂലോ എന്തു കൊടുത്താലും അത് എല്ലാവർക്കും ഉള്ളതാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. രഹസ്യമായ ഇതൊക്കെ എന്തിനാ പരസ്യപ്പെടുത്തുന്നത്? നിങ്ങൾ ചെയ്തോളി എല്ലാവരും ചെയ്തോളി, നിങ്ങൾക്കും കാണാം. അല്ലാഹു റഹ്മാനല്ലേ, പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഈ ലോകത്തോ പരലോകത്തോ മുഅ്മിൻ പേടിക്കണ്ട. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതിനൊരു പേടിയും വേണ്ട. പേടി ഉണ്ടാക്കണവരൊന്നും മുഅ്മിനീങ്ങളാവില്ല അല്ലേ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ. ഇന്നിപ്പോൾ മനുഷ്യന്മാരെ പണി പേടി ഉണ്ടാക്കുക. അങ്ങനെ വരുന്നുണ്ട് എത്ര, അവിടെ CI, എവിടെ മറ്റത്, അതൊക്കെ വരുമ്പോൾ നോക്കണോ, അപ്പം അതിന് പരിഹാരമുണ്ടോ? അപ്പം ഞാൻ ഈ 3 ദിവസത്തെ പ്രഭാഷണം ഇനിയുണ്ട്, പിന്നൊരിക്കലാക്കാം. 3 ദിവസത്തെ പ്രഭാഷണം ബിസ്മിയെ പറ്റിയാണ്. ഇന്നത് പൂർത്തിയാക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.